ചാനൽ പലർക്കും 𝙑𝙞 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ അതുപോലെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു നോക്കിയയുടെ ഒരു ഫീച്ചർ ഫോണാണ്. നോക്കിയ 5310 എന്ന് പറയുന്നത്. ഇത് കുറേ കാലം മുമ്പ് നമ്മുടെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ്. 5310 എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇറങ്ങിയിരുന്നത് പണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പണ്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു മോഡലായിരുന്നു അത്. നമ്മുടെ ഒരു മ്യൂസിക് എഡിഷൻ ഒരു നോക്കിയ കുറേ എക്സ്പ്രസ് മ്യൂസിക് എഡിഷൻ കുറേ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദ മോഡലാണിത്. അതിൻ്റെ ഒരു പുതിയതായിട്ട് ഇറക്കിയതാണ് അവർ ഫീച്ചർ ഫോണിലായിട്ട് തന്നെ. ഒരു 1.5 year ഒക്കെ അതിൻ്റെ പുതിയതായിട്ട് ഇറക്കിയിട്ട്. ഇപ്പോൾ ഞാനിത് ഇപ്പോൾ പേഴ്സണലായിട്ട് അമ്മയ്ക്കായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കളർ വരുന്നത് 2 കളർ വരുന്നുണ്ട്, ബ്ലാക്ക് റെഡ് അതുപോലെ വൈറ്റ് റെഡും വരുന്നുണ്ട്. ഇത് വൈറ്റും റെഡും കൂടിയിട്ടുള്ള കോമ്പിനേഷനിലാണ്. ഇത് പിന്നെ ഇതിനെ ഇപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഫുൾ വാറണ്ടി പേരിൽ നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ പുതിയ റീപ്ലേസ്മെൻറ്റ് സാധനം തരും. അങ്ങനത്തെയാണ് ഇപ്പോൾ ഒരു വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കിയിരിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോൻ്റെ. എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് എന്തായാലും ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഫ്രണ്ടിൽ നോക്കിയാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പടം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് വൈറ്റും റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള കളറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയ 5310 എന്ന് കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഇടുന്നവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ ബ്രാൻഡ് നെയിംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് IMEI നമ്പർ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 2.4 inch ഡിസ്പ്ലേ വരുന്നത്, ഡ്യുവൽ സ്പീക്കർ വരുന്നുണ്ട്, FM റേഡിയോ, MP3 പ്ലെയർ വിത്ത് ഈക്വലൈസർ, മൈക്രോ SD ക്ലൗഡ്സ് ഔട്ട് അപ് ടു 32 GB വരുന്നുണ്ട്. സിംഗിൾ സിം ആണെങ്കിൽ 30 days വരെ ബാറ്ററി ബാക്കപ്പും, അതുപോലെ ഡ്യുവൽ സിം ഇട്ടെങ്കിൽ 22 days ബാക്കപ്പിന് എഴുതിയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ബ്രൗസർ, ഗെയിംസ്, വീഡിയോ പ്ലെയർ, ക്യാമറ വിത്ത് ഫ്ലാഷ് ടോർച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് 3G സപ്പോർട്ടൊന്നും ഇല്ല, 2G തന്നെയാണത്. പിന്നെ ഇത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് മാനുഫാക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ MRP കൊടുത്തിരിക്കുന്നത് 3999 ആണ്. പക്ഷേ ഓൾമോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് 3299 ആ 3300 ആ റേഞ്ചൊക്കെ വരുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. വാട്ടേജ് വരുന്നത് 2 watt ആണ്. അതുപോലെ മാർക്കറ്റഡ് ബൈ HMT ഗ്ലോബലിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും സീൽഡാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ എടുക്കാനുള്ള നമ്മുടെ നൈഫ് എടുത്തിട്ടുണ്ട്. അതിൽ കുറേ സാധനമുള്ള കാരണം എവിടെയാണ് നൈഫ് കറക്റ്റ് മനസ്സിലാവില്ല. അതാ നമുക്കിപ്പോൾ തുറന്നിട്ടുണ്ട്. സീൽ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഒന്ന് പൊന്തിക്കണം. ഓക്കെ, നമ്മളത് തുറന്നിട്ടുണ്ട്. അതാ ഫസ്റ്റ് തന്നെ നമുക്ക് മൊബൈൽ കാണാം. വൈറ്റും റെഡും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ കാണാണ്ട. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ബാറ്ററി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്കിത് എന്തായാലും മാറ്റി വയ്ക്കാം. ബാറ്ററി എന്തായാലും ഉള്ളിലുണ്ടാവും. ഫസ്റ്റ് തന്നെ നമുക്ക് ബാറ്ററി ഇവിടെ വരുന്നുണ്ട്. ഇതാ ഒരു 1200 mAh 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. HMT ഗ്ലോബലിൻ്റെ ബ്രാൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. റീചാർജ് ലിഥിയം ബാറ്ററി തന്നെയാണ്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കുന്നത് നമുക്ക് കത്തിയുടെ ആവശ്യമില്ല. പിന്നെ വരുന്നത് ഒരു കേബിൾ വരുന്നുണ്ട്. നോർമൽ നമ്മുടെ മൈക്രോ USB കേബിൾ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു ഹെഡ്സെറ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അതുള്ള വലിയ ഫോണിൽ പോലെ ഇപ്പോൾ ഹെഡ്സെറ്റ് കിട്ടുന്നില്ല. പക്ഷേ നമുക്കിതിൽ ഒരു നോർമൽ 3.5mm ജാക്കുള്ള ഒരു ഹെഡ്സെറ്റ് നോക്കിയുടെ ബ്രാൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഒരു ബുക്കും ഉണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്. എന്താ നോക്കിയുടെ 5310 ആയിട്ടൊരു ഗൈഡും വരുന്നുണ്ട്. നമുക്കിത് എന്തായാലും തൽക്കാലം ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇതിൽ ചാർജ് ഉണ്ടാവും ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മോഡൽ നോക്കാം. ശരിക്കും ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണല്ല. ഡയൽ പാഡ് നമുക്ക് സംഭവം ഇവിടെ കാണാം. എന്താ പറയുക, ലൈറ്റഡ് തന്നെയാണ്. പിന്നെ അവിടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ക്യാമറ വരണം. അതുപോലെ ഒരു LED ഫ്ലാഷും വന്നിട്ടുണ്ട്. നോക്കിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഇതിൻ്റെ മ്യൂസിക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്ലേ ബട്ടണും അതുപോലെ നെക്സ്റ്റും ഫോർവേഡും ബട്ടണൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട്. നിങ്ങൾക്ക് ഇതിന് പണ്ടത്തെയും എന്താ പറയുക, ഇവിടെ പ്ലസും മൈനസായിട്ട് നമുക്ക് വോളിയം കൺട്രോളും ഇവിടെ കിട്ടുന്നുണ്ട്. അതും നമ്മുടെ പണ്ടത്തെ ഇതിൻ്റെ എക്സ്പ്രസ് മ്യൂസിക് 5310 ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇതിനായിട്ടും ക്വാളിറ്റി കുറച്ച് കൂടുതലായിരുന്നു. വെച്ചാൽ അതിന് റേറ്റ് കൂടുതലായിരുന്നു. ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് സംഭവം. പ്ലാസ്റ്റിക് ക്വാളിറ്റി, മെറ്റീരിയൽ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടെന്ന് തന്നെ പറയാം. മറ്റേതിന് ശരിക്കും ആക്ച്വലി അന്നൊരു 10 രൂപ സംഭവമൊക്കെ ഉണ്ടെന്ന് അന്ന്. പക്ഷെ എന്നാലും അതേ ഒരു ഡിസൈൻ തന്നെയാണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 3.5mm ജാക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോ USB കേബിളിൻ്റെ സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് ബാറ്ററി എന്തായാലും ഇന്ന് എടുക്കാം. എന്ന് വെച്ചാൽ ബാറ്ററി ഇടണം. ഞാനത് മാറ്റി വയ്ക്കട്ടെ. എന്തായാലും നമുക്ക് ചാർജറും മാറ്റി വയ്ക്കാം. എന്തായാലും ഇത് തുറക്കണം. നമുക്കിപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ തുറക്കണ ടൈപ്പ് ഫോൺ ഇപ്പോൾ
പണ്ടല്ലായിരുന്നു, ഇപ്പോൾ പക്ഷേ ഫുൾ സീൽഡ് ആണല്ലോ. അപ്പോൾ ഇതിൽ നോർമൽ ബാറ്ററി അല്ല സിമ്മാണ് വരുന്നത് കേട്ടോ. നമ്മുടെ നോർമൽ സ്റ്റാൻഡേർഡ് സിം ഇല്ലേ, അതിനാണ് 2 ഡ്യുവൽ സിം വരുന്നുണ്ട്. പിന്നെ നമുക്ക് SD കാർഡ് ഉള്ള സ്ലോട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ IMEI നമ്പറും കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ ബൈ HDL ഗ്ലോബൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സീരിയൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി ഇടാം. ചെറുതായിട്ടൊരു ചാർജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നോക്കിയയുടെ ഒരു പണ്ടത്തെ ഒരു ഫേമസ് ഒരു ടോൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ ആ ടോണാണ് കൊടുത്തിരിക്കുന്നവർ. നമുക്ക് എന്തായാലും ഓൺ ബട്ടൺ അമർത്താം. ഓണായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കീബോർഡും സംഭവമൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടോൺ ഇപ്പോൾ കേൾക്കാൻ പറ്റും. ഒരു പണ്ടത്തെ സംഭവം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടോണായിരുന്നത്. എന്താ സൗണ്ട് ക്വാളിറ്റിയും കൊള്ളട്ടെ, നല്ല സൗണ്ട് ഉണ്ട്. നമുക്കിപ്പോൾ കണ്ടിന്യൂ അടിക്കാം. നമുക്ക് ടൈം ഓണാക്കാനൊക്കെ പറയണ്ട, ഓട്ടോ ഇട്ടിട്ട് നമുക്ക് ഓണാക്കി കൊടുക്കാം. ചൂസ് ഓക്കെ. ഇതിപ്പോൾ താങ്ക്സ് ഫോർ ചൂസിങ് നോക്കിയാൽ ബൈ കണ്ടിന്യൂയിങ് യു അക്സെപ്റ്റ് ദ HMD ഗ്ലോബൽ പ്രൈവസി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അതാ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല ബൂട്ടിംഗ് സ്പീഡ്, നല്ല സ്പീഡുള്ള സംഭവമാണ്. നല്ല ഡിസ്പ്ലേയും ക്രിസ്പ് തന്നെയാണ്, അത്യാവശ്യം വലുതുമാണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ വരുന്നതിലൊക്കെ നല്ല ഒരു ബിഗ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കോൾ ലോഗ് ഉണ്ട്, അതുപോലെ കോണ്ടാക്ട്സ്, ഫോട്ടോ, ഫേസ്ബുക്ക് ഉണ്ട്, മെസ്സേജിങ്, ഇൻ്റർനെറ്റ്, മൊബൈൽ സ്റ്റോർ, ക്യാമറ, മ്യൂസിക്, അങ്ങനെ കുറേ റേഡിയോ ഉണ്ട്, സ്നേക്ക്, ഒരു ഗെയിംസ് ഉണ്ട്, വെതർ ആപ്പ് ഉണ്ട്, സെറ്റിങ്സ്, അലാറാം ക്ലോക്ക്, കാൽക്കുലേറ്റർ, കുറേ സംഭവമുണ്ട് കേട്ടോ. കൗണ്ടേഴ്സ്, വീഡിയോസ്, കലണ്ടർ, ഫയൽസ് മാനേജർ, അതുപോലെ എക്സ്ട്രാസ് ആയിട്ട് എന്താ കൗണ്ട് ഡൗൺ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, കൺവേർട്ടറൊക്കെ ഉണ്ട്. പിന്നെ നോട്ട്സ് ഉണ്ട്, അസാസിൻ ക്രീഡ് ഗെയിമൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാൾഡ്. അതുപോലെ ഡൂഡിൽ ജം ഒരു ഗെയിം വന്നിട്ടുണ്ട്. ഡ്യുവൽ സിമ്മിൻ്റെ സ്മാർട്ട് ഡ്യുവൽ സിം എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ടല്ലോ, അത് സിം ഇല്ലാത്ത കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സംഭവം കൊള്ളാം. നമുക്ക് എന്തായാലും ക്യാമറ ഒന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് നമുക്കൊന്ന് എടുത്ത് നോക്കി നോക്കാം. ബ്ലാക്ക് ആയത് കാരണം നമുക്ക് ഇത് വെച്ചെടുത്ത് നോക്കാം. ഫാസ്റ്റ് തന്നെയാണ്. ഇതാ ഉണ്ടോ ക്യാമറ, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്നൊക്കെ ഉണ്ട്. നമുക്കിവിടെ കാണാം. ക്യാമറ ഇൻ്റർഫേസും നമ്മുടെ പഴയ നോക്കിയുടെ പോലെ തന്നെ ഇൻ്റർഫേസ് തന്നെയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം വേണമെങ്കിൽ ഒരു 100 ഗ്രാമിൻ്റെ താഴെ വെയിറ്റ് വരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ബാറ്ററി ഇട്ടപ്പോൾ കുറച്ചൊരു ഹെഫ്റ്റ് കൂടി, പക്ഷേ എന്നാലും നമുക്ക് മറ്റേ നമ്മുടെ സ്മാർട്ട് ഫോൺ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് എന്തായാലും ഹെഫ്റ്റായിട്ട് തോന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സിം കാർഡ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ സിം കാർഡ് നമുക്കിപ്പോൾ ഈ സ്റ്റാൻഡേർഡ് സിം ഇല്ലല്ലോ, അപ്പോൾ ഇത് ഇട്ട് നോക്കാനും പറ്റില്ല. പക്ഷേ ബാറ്ററി ഓൾമോസ്റ്റ് ഒരു 50% മുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ചാർജ് എന്തായാലും ഫുൾ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഫീച്ചർ ഫോൺ നോർമൽ നമുക്കിപ്പോൾ സെക്കൻഡ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5310 നോക്കാട്ടെ. എന്ത് സ്റ്റാൻഡേർഡ് സിം നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പക്ഷേ ബാക്കി ഇപ്പോൾ അങ്ങനെ കുറേ നോക്കിയാൽ ഫോണുകൾ സ്റ്റാൻഡേർഡ് ഫീച്ചർ ഫോണൊക്കെ മൈക്രോ സിമ്മും നാനോ സിമ്മും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം മ്യൂസിക് ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മ്യൂസിക് ഓൺ ആയപ്പോൾ സമയത്ത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ റിംഗ് ടോൺ സംഭവമൊക്കെ നല്ല എന്താ പറയുക ക്വാളിറ്റിയും അതുപോലെ സൗണ്ടും ഉണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡും കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യും, അത്ര ചീപ്പായിട്ടും തോന്നില്ല. അപ്പോൾ നിങ്ങൾ ഫീച്ചർ ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയ 5310 നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. കുറേ പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നോട്ടിഫിക്കേഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് ബൈ.